ഹാലൻ കോബന്റെ പുതിയൊരു ത്രില്ലർ സീരീസ് വന്നിട്ടുണ്ട്. റൺ അവേ എന്നാണ് പേര്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഷോ വന്നിട്ടുള്ളത്. 2019 ഇറങ്ങിയ ഹാലൻ കോബന്റെ ഇതേ പേരിലുള്ള ബുക്കിനെ ബേസ് ചെയ്തൊരുക്കിയ തിരക്കഥയാണ് ഇതിലുള്ളത്. നിമർ റഷീദ്, ഇഷർ സഹോദ എന്നിവർ ചേർന്നാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ സീരീസിനെ കുറിച്ച് വീട് വിട്ടോടിപ്പോയ ഡ്രഗ് അഡിക്റ്റ് ആയ മകൾ പേജിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങുന്ന അച്ഛൻ സൈമണിന്റെ അന്വേഷണങ്ങളും ഒക്കെയാണ് ഇതിന്റെ ബേസിക് കഥ എന്ന് പറയാമെങ്കിലും അത് മാത്രമല്ല, വേറെയും കുറേയധികം കഥാപാത്രങ്ങളും അവരുടേതായ സബ് പ്ലോട്ടുകളും എന്നാൽ ഇതെല്ലാം കൂടി കണക്റ്റഡ് ആകുന്നതും ഒക്കെ ഈ ഒരു സീരീസിന്റെ പ്രത്യേകതയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു ഡീസന്റ് ത്രില്ലർ സീരീസ് ആണ് റൺ അവേ. അത്യാവശ്യം നല്ല രീതിയിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെയുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ട ഒരു സീരീസ് ആണിത്. പേഴ്സണലി എനിക്ക് ഈ ഹാലൻ കോബൻ ത്രില്ലർ സീരീസുകൾ ഇഷ്ടമാണ്. ഈ അടുത്ത് കണ്ട ചിലതൊക്കെ വളരെ ആവറേജ് ആയി പോയെങ്കിലും എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഘടകങ്ങൾ ഉണ്ടാവും. ഈ സീരീസിലും ഓരോരുത്തരെ ഇങ്ങനെ ലിങ്ക്ഡ് ആക്കി ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് കണക്റ്റഡ് ആക്കി അങ്ങനെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നൈസായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എൻഗേജിംഗ് ആയിട്ടും അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടും ഒക്കെ തന്നെയാണ് ഈ സീരീസ് മുമ്പോട്ട് പോകുന്നത്. കഥയിൽ നമ്മൾ ചെറിയ കഥാപാത്രങ്ങൾ എന്ന് വിചാരിക്കുന്നവർക്ക് പോലും നല്ല പ്രാധാന്യം ഉണ്ടായിരിക്കുമെന്നുള്ളത് ഹാലൻ കോബന്റെ മിക്ക കഥകളുടെയും പ്രത്യേകതയാണ്. ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ നല്ല സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് ആണ്. ഇതിലെ ഒരു കൾട്ട് ഗ്രൂപ്പ് അവരുടെ പ്രവർത്തികളൊക്കെ വെച്ചിട്ട് എല്ലായിടത്തുമുള്ള നമ്മുടെ നാട്ടിലുള്ള അന്ധവിശ്വാസങ്ങളും ആൾദൈവങ്ങൾക്കിട്ടും ഒക്കെ ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് എന്ന് തോന്നി. നൈസായിരുന്നു അത്. എപ്പിസോഡ് 7 ലാസ്റ്റും അതുപോലെ 8 തുടക്കവും ഒക്കെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു എന്ന് പറയാം. ക്ലൈമാക്സ് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. മകളെ അന്വേഷിച്ചിറങ്ങുന്ന അച്ഛൻ സൈമൺ ആയിട്ട് വരുന്നത് ജെയിംസ് നെസ്ബിറ്റ് ആണ്. നല്ല ക്യാരക്ടറും നല്ല പെർഫോമൻസും ആണ്. പുള്ളി അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ പുള്ളി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങളൊക്കെയാണ് കണ്ടെത്തുന്നത്. ക്ലൈമാക്സിൽ അയാൾ കണ്ടെത്തുന്നതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വിധമൊക്കെ നൈസായിരുന്നു. ഈ സീരീസിലെ എന്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു എലേന എന്ന കഥാപാത്രം. ചെറിയ ചില നിരാശ ക്യാരക്ടറിന്റെ കാര്യത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു എങ്കിലും ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് മുമ്പോട്ട് പോയില്ലെങ്കിലും വളരെ നല്ലൊരു ഇമ്പാക്ട് നൽകും. റൂത്ത് ജോൺ എന്ന നടിയാണ് ആ വേഷത്തിൽ വന്നിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. അവരും അതുപോലെ അവരുടെ ടെക് അസിസ്റ്റന്റ് ആയിട്ടുള്ള അമ്മായിമ്മ ലൂവും തമ്മിലുള്ള റിലേഷനും കെമിസ്ട്രിയും നൈസ് ആയിരുന്നു. സൈമന്റെ ഭാര്യ ഇംഗ്രിഡും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കോമായിൽ കിടക്കുന്ന സമയത്തും മിസ്റ്ററി ഉള്ള ഒരു കഥാപാത്രം എന്ന് പറയാം. മിന്നി ഡ്രൈവർ എന്ന നടിയാണ് ആ റോളിൽ വന്നത്. അതുപോലെ ഡിറ്റക്റ്റീവ് ഐസക് ആയിട്ട് വന്ന ആൽഫ്രഡ് ഇനോച്ച്, പുള്ളിക്കാരന്റെ പാർട്ണർ ഡിറ്റക്റ്റീവ് റൂബി ആയിട്ട് വന്ന ആമി ഗ്ലഡ്ഹിൽ, രണ്ടുപേരും കൊള്ളാമായിരുന്നു. പിന്നെ ഇതില് ഡി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ഒരു ക്യാരക്ടർ ഉണ്ട്. മീവ് കോട്ടിയർ ലിലി എന്ന നടിയാണ് വന്നിരിക്കുന്നത്. കിടുവായിരുന്നു. പുള്ളിക്കാരുടെ ഒരു ചിരിയൊക്കെ ഭയങ്കര രസമാണ്. ആ ക്യാരക്ടറിന് അത് കറക്റ്റ് ആയിരുന്നു. അതുപോലെ അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. ഈ സീരീസിന്റെ ക്യാമറ, ലൊക്കേഷൻ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ, പ്രൊഡക്ഷൻ ഡിസൈൻ അങ്ങനെ ടെക്നിക്കലി എല്ലാം ഡീസന്റ് ആയിട്ടാണ് തോന്നിയത്. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരു ഹൈ മൊമെന്റോ അല്ലെങ്കിൽ ഒരു വാവ് മൊമെന്റോ എന്ന് എടുത്തു പറയാൻ മാത്രം ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ നെഗറ്റീവ്. ഒരു സാധാരണ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സീരീസുകൾ പോകുന്ന അതേ ഒരു വഴിയിൽ അതേ ഒരു പാറ്റേണിലാണ് ഇതും പോകുന്നത്. അല്ലാതെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര പുതുമയുള്ളതായിട്ടോ ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. ഒരുപാട് ത്രില്ലർ സീരീസുകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇത് ഭയങ്കര ഫ്രഷ് ആയിട്ടൊന്നും തോന്നില്ല. അതുപോലെ ഇതിലെ കുറെ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ പലപ്പോഴും ഈ നാട്ടിലൊന്നും ഒരു മനുഷ്യരും ഇല്ല, ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്ക് സംശയം തോന്നും. അതുപോലെ വളരെ ഈസി ആയിട്ടാണ് ഇത് ഇങ്ങനെ കൊന്നിട്ടൊക്കെ പോകുന്നത്. അങ്ങനെ ചില ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ കഥയിൽ അവിടെ ഒക്കെ ഉണ്ട്. പിന്നെ ഇമോഷണൽ കണക്ഷന്റെ കാര്യത്തിലാണെങ്കിലും വന്നു പോകുന്ന രീതിയിലാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുറവാണെന്ന് പറയാം. മൊത്തത്തിൽ ഒരു ഡീസന്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആണ് റൺ അവേ. അതിഗംഭീരമെന്നോ മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ കണ്ടാലും നിങ്ങൾക്ക് നഷ്ടം തോന്നാത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വൺ ടൈം വാച്ച് ത്രില്ലർ സീരീസ് ആണ്. എനിക്ക് വർക്കായതാണിത്. ഇത് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റും. 40 മുതൽ 50 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. ഇതൊരു ലിമിറ്റഡ് സീരീസ് ആണ്. അതായത് ഈ ഒറ്റ സീസൺ കൊണ്ട് തന്നെ കഥ മുഴുവൻ കംപ്ലീറ്റ് ആവും. ഇംഗ്ലീഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. തമിഴ് ഡബിംഗ് അവൈലബിൾ ആണ്. 18+ ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ചെറിയ ചില ന്യൂഡിറ്റി, ചെറിയ വയലൻസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.